ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് എടക്കൽ ഗുഹയിലേക്കുള്ള എൻട്രൻസിന് മുമ്പിലാണ്. ഞങ്ങളുടെ വയനാട് യാത്രയുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണ് എടക്കൽ ഗുഹ. തിരുനെല്ലിയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയാണ് എടക്കൽ ഗുഹയിലേക്കുള്ളത്. എടക്കൽ ഗുഹയിലേക്ക് എത്തുന്ന എല്ലാവരും ഇവിടെ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്ത് അതിലവരുടെ പേര്, കൂടെ എത്ര ആൾക്കാർ, സ്ഥലം എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നൽകണം. കോവിഡ് മുൻകരുതലിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇനിയൊരു കുറച്ച് ദൂരമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിയായൊരു എൻട്രൻസിലേക്ക് എത്താൻ പറ്റൂ, ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി പെർമിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എടക്കൽ ഗുഹയുടെ കൗണ്ടറിന് അടുത്ത് വരെ നമ്മുടെ വാഹനം കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. ഞങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയത് കുറേ മുകളിലെത്തിയതിന് ശേഷമാണ്. അപ്പോൾ ഇവിടത്തേക്ക് കുറേ വാഹനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന വേണ്ടിയുണ്ട്. കുറേ പാർക്കിംഗ് സൗകര്യമുണ്ട് മുകളിലേക്ക്. മറ്റു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കയറിപ്പോകുന്ന വഴിക്ക് ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിയായ എൻട്രൻസ് താഴെയല്ല, മുകളിലാണെന്ന്. അപ്പോൾ ഒരുപാട് ദൂരം നമുക്ക് ഇനി നടക്കാനുണ്ട്. കോവിഡിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ട്രക്കിങ്ങിനൊക്കെ വരുമ്പോൾ മാസ്കൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് കാണാറ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് ഊരി വയ്ക്കണം. കാരണം ശ്വാസതടസ്സം നമുക്ക് അനുഭവപ്പെടും നന്നായിട്ട്. ഇപ്പോൾ നമ്മളൊരു ഏകദേശം 500 മീറ്റർ മുകളിലേക്ക് വന്നിട്ടുണ്ടാവും. ഇതുവരെയായിട്ട് നമ്മൾ പകുതിയെ എത്തിയിട്ടുള്ളൂ. ഇനിയും ഇത്രയും ദൂരം തന്നെ നമുക്ക് ആദ്യം മുമ്പോട്ട് പോകാനുണ്ട്. ഒരു 12D എക്സ്പീരിയൻസ് ഉള്ളൊരു തിയേറ്ററാണ് നമ്മളിവിടെ കാണുന്നത്. കോവിഡിന് മുമ്പ് ഇവിടെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ക്ലോസ്ഡ് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ശുദ്ധവായു ലഭിക്കുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ആസ്വദിക്കേണ്ടതാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഗേറ്റ്. ഇവിടുന്ന് ടിക്കറ്റ് മുറിച്ച ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് മുതിർന്നവർക്ക് 30, കുട്ടികൾക്ക് 20 രൂപയാണ്. അപ്പോൾ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 50, വീഡിയോ ക്യാമറയ്ക്ക് 200 പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ അത്യാധുനിക സജ്ജീകരണങ്ങളായ ഗോപ്രോയും മൊബൈൽ ക്യാമറയൊക്കെ എടുത്ത് നടക്കുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ടിക്കറ്റ് മുറിച്ചതിന് ശേഷം അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അങ്ങോട്ട് നേരത്തെ വന്ന പോലത്തെ വലിയ വലിയ വഴികളില്ല, ചെറിയ ചെറിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ വേണം നമ്മൾ നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ തളർന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മളാരും നിർത്തുന്നില്ല. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നവരെ നമ്മൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. പ്രായമായവരും ക്ഷീണമുള്ള ആൾക്കാരൊക്കെ എടക്കൽ ഗുഹയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് കയറ്റം കയറേണ്ട ഒരു സാഹസിക യാത്രയാണിത്. അപ്പോൾ വരുന്നവർ ഇതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഇതാണ് എടക്കലിലെ പ്രധാന ഗുഹകളിൽ ഒന്നാമത്തെ ഗുഹ. ആകെ 2 ഗുഹകളാണുള്ളത്. അതിലെ ആദ്യത്തെ എൻട്രൻസ് ആണിത്. ആ ഗുഹയിലേക്ക് ഞാനും ശ്രീരാഘവനും എൻ്റെ പിള്ളേരും കൂടി കയറാൻ പോവുകയാണ്. ബാക്കി എല്ലാവരും കാണുന്നൊന്നുമില്ല എവിടെയുള്ളതെന്നൊന്നും. ഞങ്ങളങ്ങനെ ഒന്നാമത്തെ ഗുഹയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ശ്രീരാഘവനാണ് മുമ്പ് പോകുന്നത്. ഇതാണ് ഒന്നാമത്തെ ഗുഹയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. നിങ്ങൾ നോക്കണം, അത്രയും ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ മുതിർന്നവരും ആൾക്കാരൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് വേണം വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് രണ്ടാമത്തെ ഗുഹയിലേക്ക് പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് വഴി ഈ സ്റ്റെപ്പ് മാത്രമല്ല, ഇനി ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. നിങ്ങൾക്കത് പതിയെ മനസ്സിലാവുന്നതായിരിക്കും.
ഞങ്ങളുടെ ഏട്ടന്മാരൊക്കെ മുമ്പിലുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ തളർന്നിട്ട് ഇങ്ങനെ നടുവിന് കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന കുറേ ആൾക്കാർ എടക്കൽ ഗുഹയുടെ ഈ സ്റ്റെപ്പൊക്കെ കണ്ടിട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ താഴെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്താലും മുകളിലേക്ക് തന്നെ കയറും. കുറേ ആൾക്കാർ എന്തിനും തയ്യാറായിട്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് എടക്കൽ ഗുഹയുടെ മുകളിൽ നിന്നുള്ള വ്യൂ. എടക്കലിലെ 2 ഗുഹകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഹയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരുപാട് ചുവർച്ചിത്രങ്ങളും കൊത്തുപണികളും ഉള്ള ഗുഹയാണിത്. അപ്പോൾ അവിടത്തേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ പാറകളൊക്കെ കണ്ടാൽ തിരിയും. വീഴാൻ നിൽക്കുന്ന ഒരു പാറയെ മറ്റ് 2 പാറകൾ ചേർന്ന് തങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. 2 മലകൾ തമ്മിൽ വ്യത്യസ്തമാക്കുന്ന ഒരു നേരിയൊരു വിടവാണത്. അങ്ങോട്ട് പോകുന്നത് റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ടാണ് അതവിടെ ഒരു ഗേറ്റ് വെച്ചിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യന് കഷ്ടിച്ച് വീഴാൻ പാകത്തിലുള്ളൊരു വിടവാണത്. സമുദ്രനിരപ്പിൽ നിന്ന് 3900 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി നിർമ്മിതമായ ഗുഹയാണ് എടക്കൽ ഗുഹകൾ. എടക്കൽ ഗുഹകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അവർ നിയോലിത്തിക് കാലഘട്ടത്തിലെ ആൾക്കാരുടെ വാസസ്ഥലമായിട്ട് അറിയപ്പെടുന്നതാണ്. ഇവിടെ ഒരുപാട് ചുവർച്ചിത്രങ്ങളും കൊത്തുപണികളും നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഗുഹാ ചുവരുകളിൽ നിയോലിത്തിക് കാലഘട്ടത്തിലെ ചുവർ കൊത്തുപണികളും ചിത്രങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 6000 വർഷത്തോളം പഴക്കമുള്ളതാണ് ഇവ ഓരോന്നും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഇവിടെ 3 മനുഷ്യരുടെ രൂപമൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരം ശിലാലിഖിതങ്ങൾ എഴുതി ഓരോ സൃഷ്ടികർത്താവിൻ്റെയും ഓരോ ശില്പിയുടെയും ലക്ഷ്യം അവരുടെ സംസ്കാരവും അവരുടെ പാരമ്പര്യങ്ങളും അവരുടെ ജീവിതചര്യങ്ങളും അടുത്ത തലമുറയെ വരും തലമുറയെ അറിയിക്കുക എന്നതായിരിക്കണം. അത് അറിയിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലാവുന്നതാണ്. ഇത്തരം ശിലാലിഖിതങ്ങൾ നമുക്ക് ഒരുപാട് നേരം നോക്കിയിരുന്ന് അത് പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമുണ്ട്. എടക്കൽ ഗുഹയുടെ ദൃശ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് താഴോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് പൂക്കോട് ലേക്കിലേക്കാണ്. അപ്പോൾ പൂക്കോട് ലേക്കിൻ്റെ ദൃശ്യങ്ങൾക്കായിട്ട് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 1 തിരുനെല്ലി വീഡിയോ കാണാത്ത ആൾക്കാർ അത് കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ പൂക്കോട് ലേക്കിനെ കുറിച്ചുള്ള പാർട്ട് 3 വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഗുഡ് ബൈ.